അങ്ങനെ നമ്മളെ അബാക്കസ് ക്ലാസ്സിന്റെ അടുക്കെയുള്ള ഓണാഘോഷ പരിപാടി, നമ്മളെ തിരുവോണത്തിന്റെ ദിവസം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇതാ കണ്ടോക്കോ, ഇത് നമ്മൾ അബാക്കസിന്റെ അടുക്കത്തെ പൂക്കളാന്ന്. നേരത്തെ കണ്ടത് കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ പൊതിഞ്ഞു വെക്കുന്നതെന്ന്. അതിലൊരു പ്ലേറ്റ് അജ്വലിന് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ആ തോന്നുന്നു അല്ലേ? ആമിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടനം കഴിച്ചത് ആമിയാണ് കേട്ടോ. അതിൽ ഓള് എന്തോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓൾ അത് ഉദ്ഘാടിച്ചിട്ടുണ്ട്. 10 മണിക്ക് കുട്ടികളെ എത്തിക്കണം എന്ന് പറഞ്ഞ് നമ്മളിതാ 10 മണിക്ക് എത്തിച്ച് കുട്ടികളെല്ലാം എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് താഴെ സപ്ലൈകോയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമാണെന്ന് പറയരുത്. അവിടെ മാത്രമല്ല പോയത്, പല സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടാ, മറന്നു പോകും. അപ്പൊ ഇതാ ബാങ്കിൽ പോയിന് കൊച്ചിലോ അല്ല, ബാങ്കിലേതാണേ. അത് അവിടെ പോയാലും പൂക്കളാന്നല്ല. അപ്പൊ കുട്ടികളെ തിരിച്ചു കൂട്ടാൻ വേണ്ടി വന്നപ്പോഴേക്കും ഇതാ നമുക്കും കിട്ടി ഒരു ഓണസദ്യ. അപ്പോൾ സൂപ്പർ സദ്യ ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ ടീച്ചർമാര്, നമ്മളെ ചങ്ക് ഫ്രണ്ട്സ്, അങ്ങനെയാണ് കേട്ടോ ഇവര്. അപ്പോൾ എന്നോട് ഇതുവരെ ആരും എൻ്റെ വീഡിയോ എടുക്കരുതേ എന്ന് പറഞ്ഞത് കൂട്ടത്തിലാണ്. പക്ഷെ ഇവരങ്ങനെയല്ല, വീഡിയോ എടുക്കൂന്ന് പറഞ്ഞിട്ട് അത്രക്കാരൊക്കെ സന്തോഷമായ ഒരു കാര്യമാണ്. ഇതാണ് ആമി പ്രിയ ടീച്ചർ. ഈ പ്രിയ ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ടാണ് എൻ്റെ മോള് അബാക്കസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. എല്ലാമേ അജ്വലിനെ കൊണ്ട് ചേർത്താരോ ടീച്ചറുടെ ഇഷ്ടവും സ്നേഹവും എല്ലാം കണ്ടിട്ട് ആമി ഇതാ LKG-നെ അവിടെ പോയിട്ട് അബാക്കസ് പഠിച്ചാളാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പോകുന്നത്, നമ്മളെ സാധനം എല്ലാം വാങ്ങിക്കൊണ്ടച്ചിട്ട് ഒരു ഫാൻസിയിലായിരുന്നു വെച്ചത്. നമ്മൾ സ്ഥിരം പോകുന്ന ഫാൻസിയാണ്, വേറെ എവിടെയും വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഓണത്തിന്റെ തലേന്ന് ഫുൾ തിരക്കാന്നല്ല. ഓണത്തിന്റെ തലക്ക് തലേന്നാ തോന്നുന്നു. ഏത് തലക്ക് തല അതാണ്. അപ്പൊ ആ ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു, എല്ലാവർക്കും ആൾക്കാർ. അപ്പൊ ഫാൻസിയിൽ നമുക്ക് അറിയുന്ന ഫാൻസി ആയതുകൊണ്ട് അവിടെ കൊണ്ടുവച്ചു. എടുക്കാൻ വേണ്ടി പോയപ്പോഴൊക്കെ അവര് ഫുഡ് കഴിക്കാൻ പോയി. ഇത് പുറം കാഴ്ചകൾ കടന്നു കേട്ടോ മക്കൾ, ചേച്ചിയും അനിയത്തിയും കൂടിയിട്ട് എന്തൊക്കെയോ അവിടുന്ന് പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കോ എന്നും പണി കിടക്കുന്നു. എൻ്റെ ഇരുത്തൊല്ലം കണ്ടിട്ട് ആറും ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ? അന്നേരം ആമി ഫാൻ ഇട്ടതാട്ടാ. ആമിയും ഞാനും കൂടിയിട്ട് ഫില്ല് ചെയ്യലും അജ്ജല് വീഡിയോ എടുക്കലും ആണ്. പക്ഷെ വീഡിയോ എടുക്കുന്ന ആൾ ഇടക്കിടക്ക് കാർട്ടൂണും വീഡിയോ എല്ലാം കണ്ടിട്ട് കളിക്കുമ്പോൾ ഞാൻ അതിന് കലമും കൊടുത്ത്. അപ്പോൾ ഇതാ ഓരോ സാധനവും ഫുള്ളാക്കി വെക്കണം. അപ്പോൾ ഓണത്തിനാകുമ്പോൾ അങ്ങനെയാണല്ല, നിറഞ്ഞിരിക്കണ്ടേ സാധനങ്ങൾ മുഴുവനും, പിന്നെ വൃത്തിയായിരിക്കണം. അതാണ് മെയിൻ. അപ്പൊ മൊത്തത്തില് ഞാൻ മാവേലി വരൂല, വൃത്തിയില്ലാതെ വീട്ടില് മാവേലി വരൂല പോലും. അറിയായിരിക്കും വൃത്തിയില്ലാതെ വീട്ടില് മാവേലി വരുന്ന പറഞ്ഞിട്ടാ. ആമി ഒരു കുത്തനെ പിടിച്ചിട്ട് പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് ആമി? എനിക്ക് പെറ്റാ, ഓള് വളർത്താൻ വേണ്ടി വെച്ചതാട്ടാ. പാവം മാമി, എന്താ ചെയ്യാല്ലേ. ഇനിയിപ്പോ ഓരോ സാധനവും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്താൽ ആകെ ചീത്തയായി പോകും നിനക്കറിയുന്നതുകൊണ്ട് ഞാൻ അപ്പാട് പോയിട്ട് ആ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സ് ഇട്ടേ. എന്നിട്ട് ഇതാ കോൺഫ്ലോർ ആണ് ഇത്. അപ്പോൾ അതൊരു പാത്രത്തിലിട്ട്, പഴയതാണെങ്കിൽ എവിടെയെങ്കിലും എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പുറം ഇപ്പുറം തട്ടലും മറിക്കലും എടുക്കലും ഒന്നും പറയണ്ട പഠിച്ചവരെ. എന്നാ പറയാ, അക്കം നിറച്ചും കോളായിട്ടാണ്. ഇപ്പം എങ്ങാനും ആരെങ്കിലും വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടേനെ ഈശ്വരാന്ന് വിചാരിച്ചിട്ടാണ്. സമയം ഏകദേശം പായുമായിരുന്നു കേട്ടോ. കാരണം നമ്മളെത്തുമ്പോൾ തന്നെ ഒരു 2 മണി 2:30 അങ്ങാറ്റ ആയിന്. പിന്നെ ഞാൻ എവിടെ ഇരുന്നിട്ടില്ല, നേരെ അവിടെ ഇരുന്ന് സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച്. എന്നിട്ട് ഇതാ കണ്ടാ, ഞാനെന്തല്ലോ പറഞ്ഞുകൊണ്ട് അതൊന്നും ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ആമി എന്നാന്നമ്മോ, അതായത് ഒരു സ്ഥലത്തുനിന്ന് വലിച്ചിട്ടിട്ട് പല സ്ഥലത്തുനിന്നും വലിച്ചിട്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ചിക്കൻ മസാലയും സാമ്പാർ പൊടിയൊക്കെ എടുത്ത് വെക്കും. പിന്നെ നോക്കുമ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി വെക്കുമ്പോഴേക്കാണ് ഇത്രയും സാമ്പാർ പൊടിയും ആ ചിക്കൻ മസാലയൊക്കെ കാണുന്നത്. അപ്പം ഞാനെല്ലാം കൂടിയിട്ട് പിന്നെ പല സ്ഥലത്തുള്ള സാധനങ്ങളെല്ലാം കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരു പാത്രത്തിലിട്ട് വെച്ച്. അപ്പോൾ എന്നാണ് തീരുമ്പോൾ നമുക്ക് തിരിയുമല്ലോ. വെറുതെ സാധനം വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത് യൂസ് അത് ചില ഓരോ ഇതെന്നാന്നടിയാമീ, അത് ക്യാരറ്റും ബീട്രൂട്ടും. അപ്പോൾ 1-2 വട്ടം വാങ്ങിയ ക്യാരറ്റും അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാം എടുത്തിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് തീരുമ്പം വാങ്ങിയാൽ മതിയല്ല. അത് ഉണ്ടാവോ ഇല്ലയോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഓണത്തിനാകുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ, സാധനങ്ങൾ ഇല്ലാണ്ടായിപ്പോവരല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഓണത്തിൻ്റെ ദിവസം എത്തിയേട്ടാ. പിന്നെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല കേട്ടോ. അതവിടെ നിർത്തി ഞാൻ. എൻ്റെ പണിയൊന്നും ഒരുങ്ങുന്ന കാണാതെ കൊണ്ട് ഞാൻ അവിടെ നിർത്തി. ഒരു സ്ഥലത്ത് നിന്ന് ചായ വെക്കുന്നു, ഒരു സ്ഥലത്ത് ഓലം വെക്കുന്നു, ഒരു സ്ഥലത്ത് സാമ്പാറാക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് കൂട്ടുകറി വെക്കുന്നുണ്ട്.
ഇന്ന് പിന്നെ എല്ലാം നമ്മൾ ഗ്യാസുമ്മേൽ കയറ്റി കേട്ടാ, അല്ലെങ്കിൽ ഒന്നും പറയണ്ട. എന്റെ മുന്നേ ഇവളൊന്നും കണ്ടിട്ടൊന്നുമില്ല, വെറുതെ വീഡിയോ കണ്ടിട്ട് തള്ളുന്നതാണ് കേട്ടാ. എന്നുവെച്ചാല് അല്ലെങ്കിൽ ഞാൻ എല്ലാം അടുപ്പിൽ തന്നെയാന്ന് വെക്കല്. അപ്പൊ ഇന്ന് പിന്നെ ഓണല്ലേ, പുതിയ ഗ്യാസിന്റെ ഉദ്ഘാടനം കഴിച്ച്. പുതിയ ഗ്യാസിന്റെ ഉദ്ഘാടനങ്ങള് കാറ്റിലെല്ലാം കഴിഞ്ഞ് സന്ധ്യ രാവിലെയാണ് കേട്ടാ. അല്ലേ ജോലെ? സദ്യ ആയിരുന്നു പാലാച്ചലിന്, നല്ല രസമുണ്ടായിരുന്നു. പാല് കാച്ചലിന് സദ്യ ആയിരുന്നു. അപ്പൊ ഓണത്തിന്റെ അന്ന് പുതിയ ഇതിൽ അപ്പൊ ഇത് പ്രസാദെല്ലാം കിട്ടി. ഏകദേശം സദ്യവട്ടങ്ങളെല്ലാം ഒരുക്കി. എന്തെല്ലോ 10 തരം ഉണ്ട്. 10 തരം എല്ലാം കൂടി ഒരു 10-11 തരം കറികളുണ്ടായിരുന്നു. 11. ഈ ആമി എന്നെ വോയിസ് ഓവർ കൊടുക്കാൻ വിടുന്ന തോന്നുന്നില്ലല്ലോ. അത് മാങ്ങാച്ചാറാണ്. മാങ്ങാച്ചാറല്ല, മാങ്ങാച്ചാറും നാരങ്ങക്കറിയും. അപ്പൊ മാങ്ങാച്ചാറ് അജ്ജുവിന് ഇഷ്ടമായോണ്ട് ഞാൻ അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ സാധനങ്ങളുമായിട്ട് നമുക്കിനി സദ്യ ഒക്കെ കഴിക്കണ്ടല്ലേ. സന്ധ്യ അല്ല, സദ്യ. ഇനി അത് പഠിക്കാൻ കഴിയില്ല. അപ്പൊ അച്ഛനും ഹൈത്താട്ടനെല്ലാം കൂടിയിട്ട് വിളമ്പുന്നുണ്ടേ. അപ്പൊ അതിന്റെ അകത്ത് അന്നെ കാണുന്നില്ലയോ എന്ന് പറഞ്ഞിട്ട് എന്റെ മേക്കോട്ടേക്ക് കടക്കുന്ന ഒരു വ്യക്തിനെ നിങ്ങൾക്ക് ആയിരിക്കും അറിയാ. പിന്നെ ടേബിൾ മുഴുവനും കറികളും ബഹളങ്ങളും ആയിട്ടിരിക്കുന്നുണ്ട്. ഇതാ എന്നിട്ട് വീണ്ടും ആമി അയ്യോ എന്നെ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇതാ ഓളെ നല്ല സൂം ചെയ്തെടുത്ത് ഓളെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടാ. ഇതാണ് നമ്മളെ സദ്യ.